തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഇനി ഒരു ഫേവറേറ്റ് റൗണ്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? ഒരു സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ സെലിബ്രേഷൻ. അതെ, ഒരു ഫേവറേറ്റ് അതിന്റെ ഇടയ്ക്ക് തോന്നുന്നുണ്ടോ? തോന്നിയിട്ട് എത്ര നേരമായി? ഇയാളുടെ കൂടെ എപ്പോഴും ഒരു ഗുണ്ട മിന്നു ഉണ്ടാവും. പാർവണ. യെസ്, പാർവണ കുട്ടി. വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. ഇത് പാർവണ ചേച്ചിയാണോ പാടിയത്? സൂപ്പർ ആയിരുന്നു. ബാക്കിയും കൂടെ പാട്. ബാക്കിയൊക്കെ അങ്ങ് ഫ്ലോറില്. ബെസ്റ്റ് വിഷസ്. മരുന്ന് കണ്ടിട്ടൊരു ഗുണ്ടയുടെ ലക്ഷണം. അതെ, അടിക്കാനൊക്കെ വരുന്ന പോലെ. അതെ. മോൾ അടി കൂടാൻ പോയിട്ടുണ്ടോ? ഇല്ല, കരാട്ട പഠിച്ചിട്ടുണ്ട്. നന്നായി. ഗ്രൂമേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഏത് ബെൽറ്റ്? ഗ്രീൻ ബെൽറ്റ് എടുക്കാനൊരു ആഴ്ചളവ് ഇവിടെ വന്നു. ഓ, ഇവിടെ വന്നു. അപ്പൊ ശരിയാ നമ്മള് പറഞ്ഞ ആ നാട്ടകത്തിൽ ഞാൻ വന്നപ്പോഴേ നോട്ട് ചെയ്യാ. അവസാനം ഗ്രൂമേഴ്സ് ഒക്കെ പറയും, മോളെ ആ സംഗതി ഇങ്ങനെ എടുക്കാൻ പറയുമ്പോ ഇവള് നല്ല കാര്യമാണ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഏറ്റവും വലിയ ഏത് ബെൽറ്റാ? റെഡ്. റെഡ് കിട്ടി ആരും അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് അല്ല, ബ്ലാക്കിനെ കഴിഞ്ഞ മേലെയാണ് റെഡ്. മീനുട്ടിക്ക് എന്തൊക്കെ അറിയാലോ. ഞാൻ പഠിച്ചിട്ടുണ്ട് കരാട്ടെ. എന്റെ അനിയന്മാര് ഞാൻ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ അനിയന്മാര് പഠിക്കുന്നുണ്ട്. അവരിപ്പോ ബ്രൗൺ കഴിയാനായി. ഓ ശരി. ബഡാ ടീംസ് എല്ലാരും വലിയ അവളെ സൂക്ഷിക്കണം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 5-6 കരാട്ടെ. ബ്രിക്കൊക്കെ പൊട്ടിക്കോ? അത് വേറെ ടെക്നിക്ക്. പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു ആ ബ്രിക്ക്. ഇഷ്ടിക പൊട്ടിക്കുന്നു. ഇപ്പം ഒരു മണല് പോലും പറ്റത്തില്ല. ഇഷ്ടിക പൊട്ടിക്കായിരുന്നു ശരിക്കും. ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒന്നും ചിന്തിക്കാൻ വയ്യ. ഇഷ്ടിക പൊട്ടിക്കും. എന്റെ 1-2 ഹോബി, അതായത് എന്റെ ഒരു 17, 18, 20 വയസ്സ് ആ പ്രായത്തിലുള്ള എന്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിൽ ഇടിക്കുക. ഭിത്തിയിൽ ഇങ്ങനെ ഇടിക്കും. എനിക്കൊരു രസമാണ്. എന്നിട്ട് ഈ 2 ഇത് വെച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് 1 കട്ട, 2 കട്ട, 3 കട്ട. പാട്ടിലോട്ട് തിരിഞ്ഞു തന്നെ, അല്ലെങ്കിൽ വലിയൊരു ഗുണ്ട ശ്രീകുമാർ. ആവേശം. ഞാനിപ്പോ ആലോചിക്കുമ്പോഴേ ഒരു സാധനത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേദന എടുക്കും ഇപ്പോഴും. അതെന്താ നല്ല പ്രായത്തിൽ മൊത്തം എവിടെയെങ്കിലും പോയി ഇടിയല്ലായിരുന്നു. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? ശരപ്പൊളി മാലചാർ. ബ്യൂട്ടിഫുൾ സോങ്. പറഞ്ഞോളൂ ബാക്കി കാര്യം. ലിറിക്സ് എസ് രമേശൻ നായർ സർ, മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, പാടിയത് ജാനകി അമ്മയും യേശുദാസ് സാറും. മൂവി ഏപ്രിൽ 19, ഇയർ 1996. അടിപൊളി പാട്ട്. കുറച്ച് ഡിഫിക്കൽട്ട് സോങ് ആണ്, ശ്രദ്ധിച്ച് പാടൂ കേട്ടോ.
సరి ని స పని సరి మ పని ఆ రి గ రి రి స ని సరి స స ని ప మ ప మ ని ప స ని రి స ఆ సరి మ రి స ని సరి స ని ప ని స ని ప రి మ ప స ని ఆ సరి ని స ప ని మ ప ని మ ప రి ప స ని రి స ఆ సరి సరి రి స ని స ని సరి స ని ప ని ప ని స ని ప స ని మ ప ని స ని రి మ రి రి మ రి రి స రి స స రి స స ని స ని ని స ని ని ప ని స రి మ సూపర్ సూపర్. എന്റെ വിനു കഥകർത്തു. കുറച്ച് മാറി നിൽക്കല്ലേ മോളെ. മോള് ഇത്രയും അതിമനോഹരമായിട്ടും ഗംഭീരമായിട്ടും പാടുമെന്ന് അങ്കിള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശരിക്കും ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇത് ഫിനാലെയാണോ, ഇത് സീസൺ 5യുടെ ഫിനാലെയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ആലാപന ശക്തിയാണ് മോളിന്ന് ഇവിടെ തെളിയിച്ചത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ശരപുളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതു രാഗം നിന്നെ തേടും. കാരണം അത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു സോങ്. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട് സംഗതികളിൽ. പിന്നെ ആ ആകാരം എടുത്തപ്പോഴേ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഇത് അറ്റംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയൊരു മഹാസംഭവമാണ്. കാരണം അത് നമ്മുടെ ഈ സീസൺ 5 പകുതിയായിട്ടുള്ളൂ. ഇപ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിനാലയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. കാരണം പിള്ളേർക്ക് ഇങ്ങനെ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനലിൽ നിങ്ങൾ ഇനി എന്തായിരിക്കും പാടുന്നത്. എന്തായാലും മോളെ ഗോഡ് ബ്ലെസ് യു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, അത്രയ്ക്ക് നമ്മൾ അതുപോലെ തന്നെ ടോപ്പ് ബാൻഡ് അതിമനോഹരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് യു ഗേവ് ദ ഫുൾ സപ്പോർട്ട് ഹർ. താങ്ക് യു പറയുന്നു. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. പാർവണക്കുട്ടി, ഒരു സദ്യ ഉണ്ട ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഒരു പാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ എല്ലാ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസും എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഈ പാട്ടിലുണ്ട്. അവസാനത്തെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, മോളിലത്തെ പഞ്ചമം ഹിറ്റ് ചെയ്തപ്പോൾ ശരിക്കും എനിക്കിതേ രോമാഞ്ചം. ഗൂസ് ബംസ് എന്ന് പറയുമല്ലോ, അങ്ങനെയായിരുന്നു. അത്ര എക്സ്ട്രാ ഓർഡിനറി സിംഗിങ് ആയിരുന്നു അത്. രവീന്ദ്രൻ മാഷ്ക്ക് ഇതിലും വലിയൊരു ട്രിബ്യൂട്ട് കൊടുക്കാനുണ്ടോ അല്ലേ? അപ്പം രവീന്ദ്രൻ മാഷിനൊക്കെ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് പാട്ട് ദീനദയാലു രവീന്ദ്രൻ മാഷ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമുക്കറിയാം മാഷിൻ്റെ ഒരു ഡെൻസിറ്റി, പാട്ടിൻ്റെ ഒരു ഡെപ്ത്, എത്ര ഒരു വേർട്ടിക്കൽ ഡെപ്ത് ഉള്ള ഒരു കമ്പോസർ ആണെന്നുള്ളത് നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യമുള്ളൊരു സിംഗറാണ് ഞാൻ. അത് അറ്റംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര അനായാസമായിട്ട് അത് പാടി, അത് പാടല് ടെക്നിക്കലായിട്ടുള്ള പാടലല്ല ഞാൻ പറയുന്നത്, ടെക്നിക്കലായിട്ടുള്ള ഓഫ് കോഴ്സ് അസലായി പാടി അതിൻ്റെ ഒരു ഫുൾ സ്വരൂപം, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എല്ലാം കൊണ്ട് മനസ്സ് ശരിക്കും തൃപ്തിയായിട്ടോ മോളെ. ഗോഡ് ബ്ലെസ്, ബ്യൂട്ടിഫുൾ. എന്റെ കമന്റ് കഴിഞ്ഞ് ഗായു ഒന്ന് നോക്കി വെച്ചു. ദീനദയാൽ ഒരു 2 വരി. ആ ദീനദയാലാണ് നമ്മുടെ ഗായുവിന്റെ ഫസ്റ്റ് പാട്ട്. രവീന്ദ്രൻ മാഷിന്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഒരു പാട്ട് ഒരു സിംഗർ തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല. ദീനദയാലും നമ്മൾ കുറെ നാളായി കേട്ടിട്ട് അത് കേൾക്കണം. മോളെ ചക്കര ഉമ്മ ഫസ്റ്റ് ഹമ്മിങ് തൊട്ട് നമ്മൾ ലാസ്റ്റ് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആദ്യം തൊട്ട് ഈ ഇത്ര ടഫ് പാട്ടാണല്ലോ, ഇത് എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് എല്ലാവർക്കും പേടിയുണ്ട്. പക്ഷെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം പാടിയപ്പോൾ അത്രയും പ്രാക്ടീസ് ചെയ്തെടുത്ത് ഒരു
ഓരോ നോട്ടും തെറ്റിക്കാതെ പാടുന്ന മോളുടെ ആ ഒരു വളരെ ശ്രദ്ധയോടുകൂടി. പിന്നെ ഇത് നിസ്സാരമല്ല, സ്വരങ്ങൾ പാടിയിട്ട് ഉടനെ ആകാരവും പാടണം. അതെ അതെ, അത് ഭയങ്കര ടഫാണ്. ജാനകിയമ്മയും ദാസാറും പാടിയേക്കുന്ന ഉണ്ട്. ഡ്യുവറ്റ് ആണോ അതോ ഇത് സോളോ ആയിട്ട് പാടിയിട്ടുണ്ട്? അപ്പൊ ലാസ്റ്റ് സ്വരം ഒരാളാണോ പാടുന്നത്, രണ്ടുപേരും കൂടിയാണോ പാടുന്നത്? ഫസ്റ്റ് സ്വരം യേശുദാസ് സാർ പാടിയിട്ട് ആകാരം കണ്ടോ, അത് രണ്ടും കൂടെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്തു. അവിടെ ഒരു ശകലം ഒരു ചുമ പോലെ വന്നേ ഉള്ളൂ. അതൊരു പ്രശ്നമേ അല്ല. അത് മാത്രല്ലേ വന്നിട്ടുള്ളൂ. ഇത്രയും പാട്ട് ലാസ്റ്റ് ആ വന്ന് ഏറ്റവും റേഞ്ചിൽ കൊണ്ട് നിർത്തിയത് വരെ സൂപ്പർ ആയിരുന്നു മോളെ. ഭയങ്കര സന്തോഷം മോളുടെ ഈ ഒരു ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റിയത്. ഭയങ്കര സന്തോഷം ഗുണ്ട ബിനുവിനും ഫാമിലിക്കും. ചെറിയ ഗുണ്ട എന്റെ കൊച്ചിനെ ഇനി തല്ലിപ്പൊളിന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. അല്ല കച്ചറ ഇതിനി തല്ലിപ്പൊളിയല്ല, ചരക്കുളിയാണ്, ചരക്കുളി. ഇതെങ്ങനെ തോന്നുന്നു ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട്? എന്ത് പറഞ്ഞു, ഒരു വാക്ക് പറ. ചേച്ചി നല്ലോണം പഠിച്ചിട്ടുണ്ട്. നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഓ നന്നായിന്ന് പറയാനൊരു മടി. നല്ലോണം പഠിച്ചിട്ടുണ്ട്. ചേച്ചി പാടിയോന്ന് നന്നായിട്ട്? നല്ലോണം പാടി. ഓക്കെ, സൂപ്പർ സൂപ്പർ. Today we are giving you 100 out of 100. ആദ്യ ഒരു രവീന്ദ്രൻ മാസ്റ്റർ കുക്കിടി. ഞാന് ഇതുവരെ ഈ ഫ്ലോറിൽ വന്ന് പാടിയൊന്നും 100 കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെങ്കിലും ഇന്ന് എനിക്ക് 100 കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അച്ഛന് ഞാൻ സെമി ക്ലാസിക്കൽ പാട്ട് പാടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 4 വയസ്സുള്ള മുതൽ എല്ലാ ആഴ്ചയും മുടങ്ങാണ്ട് നേരത്തെ എണീച്ചിട്ട് അച്ഛനെ പാട്ട് ക്ലാസ് കൊണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്ക് ഡെങ്കി വന്നപ്പോൾ മാത്രം കുറച്ച് മാസം മുടങ്ങിപ്പോയി എന്നല്ലാതെ അച്ഛനായ എടുത്ത എഫേർട്ടിന് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ gift. ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, തുടരും. അതെ എന്ന് പറഞ്ഞപ്പോൾ തുടരും ഭയങ്കര ഹിറ്റാണ്. All the best, മോളെ. Thank you, sir. all the best. Thank you. മേഘമലിഞ്ഞു മനമിതളാർന്നു ഈരൻ കാലമായി സമാനതകളില്ലാത്ത രുചി. LG കായം.